നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടെണ്ണൽ ക്രമീകരണങ്ങളായി 43 കേന്ദ്രങ്ങളിൽ 15,465 ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ പ്രക്രിയയിൽ ഭാഗമാകും. സെൻസസ് 2027 ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ മാസം 9 കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഔദ്യോഗിക ക്രമീകരണങ്ങളായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 8 ആരംഭിക്കുന്ന വോട്ടെണ്ണലിന് സംസ്ഥാനത്ത് 43 ഇടങ്ങളിലായി 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 140 റിട്ടേണിംഗ് ഓഫീസർമാരും 1340 അഡീഷണൽ AROമാരും 4208 മൈക്രോ ഒബ്സർവർമാരും 4208 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരും 5563 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരും ഉൾപ്പെടെ ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയിൽ ഭാഗമാവുക. ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVMകളാണ് എണ്ണുന്നത്. പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ EVMലെ വോട്ട് എണ്ണുന്നതിന് പരമാവധി 14 കൗണ്ടിംഗ് ടേബിൾ ക്രമീകരിക്കും. പോസ്റ്റൽ ബാലറ്റുകൾക്ക് 500 എണ്ണത്തിന് 1 എന്ന ക്രമത്തിൽ പ്രത്യേകം കൗണ്ടിംഗ് ടേബിളുകളും ഓരോന്നിനും ഓരോ ARO എന്ന നിലയിൽ ക്രമീകരിക്കും. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ സ്ഥാനാർത്ഥികളുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഒബ്സർവറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സാക്ഷിയായി വീഡിയോ റെക്കോർഡിംഗ് നടത്തിയാണ് തുറക്കുക. വോട്ടെണ്ണുമ്പോൾ കൺട്രോൾ യൂണിറ്റിനൊപ്പം ഫോറം 17C കൂടി മേശപ്പുറത്ത് വയ്ക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെയും ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് കണ്ടാൽ VVPAT സ്ലിപ്പുകൾ എണ്ണും. VVPAT സ്ലിപ്പുകളിൽ സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പറും പേരും ചിഹ്നവും ഉൾപ്പെടും. EVMലെ വോട്ടുകളുടെ എണ്ണം പരിശോധിച്ച ശേഷം 17C പാർട്ട് 1 വിവരങ്ങളുമായി ഒത്തുനോക്കും. ഒരു ബൂത്തിൽ EVMൽ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്നതാണ് 17C പാർട്ട് 1. കൃത്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഓരോ റൗണ്ടിലെയും 2 EVM ഒബ്സർവർ റാൻഡമായി എണ്ണും. ഓരോ മണ്ഡലത്തിലെയും 5 ബൂത്തുകളിലെ വീതം VVPATും നിർബന്ധമായും എണ്ണുന്നതാണ്. സെൻസസ് 2027 ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. 2027 സെൻസസിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉദ്യോഗസ്ഥന്മാർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആണ് ഇത്തവണത്തേത്. ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന ആദ്യഘട്ടത്തിൽ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും കണക്കെടുപ്പാണ് നടക്കുക. ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചാണ് വിവരശേഖരണം. 2027 സെൻസസ് ഫെബ്രുവരി 9 മുതൽ 28 വരെ നടക്കുന്ന 2ാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരം ശേഖരിക്കുന്ന രീതിക്ക് പുറമെ സെൽഫ് എന്യൂമറേഷൻ രീതിയും അവതരിപ്പിച്ചിട്ടുണ്ട്. സെൻസസ് വെബ് പോർട്ടൽ, സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം വഴി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. എന്യൂമറേറ്റർമാർ വിവരം ശേഖരിച്ചു തുടങ്ങുന്നതിന് മുൻപുള്ള 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷനുള്ള അവസരം. കേരളത്തിൽ ജൂൺ 16 മുതൽ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ. സെൽഫ് എന്യൂമറേഷൻ രീതി തിരഞ്ഞെടുക്കുന്നവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ID നമ്പർ വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് നൽകണം. തുടർന്ന് എന്യൂമറേറ്റർ വ്യക്തികൾ സമർപ്പിച്ച വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഡേറ്റ സെർവറിലേക്ക് ഏകോപിപ്പിക്കും. രാജ്യത്തെ സാമ്പത്തിക സാമൂഹിക വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് അടിസ്ഥാന രേഖയായി മാറുന്ന സെൻസസിന് കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന് ജില്ലകളിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരായ ജില്ലാ കളക്ടർമാർ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.